ശ്രീ സി ഷുക്കൂർ, നോക്കൂ, ഇവിടെ ബോബി ചെമ്മണ്ണൂർ ഒറ്റപ്പെട്ട ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ വളരെയധികം നാളുകളായി, അതിപ്പോൾ ഹണിറോസിന്റെ പരാതി മാത്രമല്ല, ഈ നിലയിൽ സ്ത്രീകളോട് മോശമായ, ദ്വയാർത്ഥമുള്ള, അശ്ലീല ചുവയുള്ള പ്രതികരണങ്ങൾ, കമന്റുകൾ ഒക്കെ നടത്തുകയും ഏതെങ്കിലും വേദിയിൽ അതിനെ ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിനെ മറ്റൊരു ദ്വയാർത്ഥ പ്രയോഗമുള്ള കമന്റ് കൊണ്ട് ന്യായീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇവിടെ നോക്കൂ, വളരെ വേഗം ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. അത് പ്രതീക്ഷ നൽകുന്നതാണ് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ ആരെയും എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല എന്ന് കുറച്ചു പേർക്കെങ്കിലും ബോധ്യമാകുന്ന തരത്തിലേക്ക് ഈ അറസ്റ്റും അതിവേഗത്തിലുള്ള നടപടികളും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? അക്ഷിത, ഇതിൽ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപകരമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കൊണ്ടല്ല ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളത്. അത് ആ കേസിന്റെ FI സ്റ്റേറ്റ്മെന്റും അതുപോലെ അവർ കൊടുത്ത പരാതിയും പരിശോധിച്ചാല് 2024 ഓഗസ്റ്റ് മാസം 7-ാം തീയതി കണ്ണൂർ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പ്രതിയാക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആളുടെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന്, ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി എന്ന ഷോപ്പ് ഉദ്ഘാടനത്തിന് ഈ ഹണി റോസ് എന്ന നടിയെ ക്ഷണിക്കുകയുണ്ടായത്. അവരവിടെ പോയി. ആ വേദിയിൽ ആയിരക്കണക്കിന് ആൾ കൂടിയൊരു വേദിയാണ്. ആ വേദിയിൽ വെച്ച് അവരുടെ ശരീരത്തിൽ ഇഷ്ടമില്ലാതെ, അവർ സമ്മതമില്ലാതെ ഇയാൾ തൊട്ടു, അവരുടെ കഴുത്തിൽ മാല അണിയിച്ചു. അതിന് അവരുടെ സമ്മതമില്ലാതെ അവരുടെ കൈ പിടിച്ച് തിരിച്ചു, അവരുടെ റൊട്ടേറ്റ് ചെയ്തു, അവരുടെ ബാക്ക് സൈഡ് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നിട്ട് അശ്ലീല ചൊവ്വയിൽ കുറച്ച് വർത്താനം പറഞ്ഞു. അപ്പൊ ഇത് നേരിട്ടുള്ള, ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ആക്ഷൻ അല്ല. 354 എന്ന് പറയുന്ന പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഉണ്ടായിരുന്ന BNS ഭാരതീയ ന്യായ സംഹിതയിൽ 75(1) സബ് ക്ലോസ് 1 പ്രകാരമുള്ള കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതേ 75-ലെ 4 പ്രകാരമുള്ള സെക്ഷലി കളർഡ് റിമാർക്സ്, ഒരു സ്ത്രീയെ അവരുടെ സമ്മതമില്ലാതെ ശരീരത്തിൽ തൊടുകയും അശ്ലീല ഭാഷയിൽ സെക്ഷലി കളേർഡ് ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിക്കുകയും ചെയ്തതാണ് ആൾ ചെയ്ത കുറ്റകൃത്യം. അതാണ് അതിന്റെ ആ കുറ്റകൃത്യം ചെയ്തതിന്റെ പേരിലാണ് അവർ പരാതി നൽകിയതും കേസെടുത്തതും. അതോടൊപ്പം തന്നെ 67A എന്ന് പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം, അതായത് 67A എന്ന് പറയുന്നത് അവരുടെ ലൈംഗിക ചുവയുള്ള ചിത്രങ്ങൾ, ഇലക്ട്രോണിക് മീഡിയ വഴി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് കമന്റുകളും. ഇതാണ്. അല്ലാതെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടത് കൊണ്ടുണ്ടായ ഒരു പ്രതികരണം അല്ല ഇത്. ഇത് സംഭവം എന്ന് പറയുന്നത് 75(1) എന്ന് പറയുന്ന വളരെ ഗുരുതരമായ കുറ്റകൃത്യം. ഇതില് നമ്മളൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഇപ്പൊ ഗവൺമെന്റ് എടുത്ത നിലപാട് വളരെ വളരെ ശ്രദ്ധേയമാണ്. അതിന് കാരണം അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ഒരു കേസിൽ 2014 മറ്റോ സുപ്രീം കോടതി ഡയറക്ഷൻ ഉണ്ട്. 7 വർഷത്തിൽ താഴെ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതില്ല. ഇറ്റ് ഇസ് നോട്ട് എ മാൻഡേറ്ററി. നോൺ ബെയിലബിൾ ഒഫൻസിൽ, കോഗ്നിസബിൾ ഒഫൻസിൽ, അതായത് പോലീസിന് നേരിട്ട് പരാതി കൊടുത്താൽ കേസെടുക്കാവുന്ന, കോടതി അനുവാദം ഇല്ലാതെ കേസെടുക്കാവുന്ന കുറ്റകൃത്യം, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാത്ത കുറ്റകൃത്യത്തിൽ പെട്ടാലും 7 വർഷത്തിന് താഴെയാണ് ശിക്ഷയെങ്കിൽ അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് സുപ്രീം കോടതി അർണേഷ് കുമാർ കേസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ പരമാവധി ശിക്ഷ 3 വർഷമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കേസിൽ പ്രതി അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ഗവൺമെന്റിന്റെയും പോലീസിന്റെയും ഇച്ഛാശക്തിയെ കാണിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ഉണ്ടായിട്ടും ഒരു ഓട്ടോമാറ്റിക്, ഇതിപ്പോ ഞാൻ പറഞ്ഞത് 7/8/2024 ഉണ്ടായ സംഭവം, അവർ പരാതി കൊടുക്കുന്നത് 1/7/1/2025 4 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. 7/1/24 ഒരു പരാതി കൊടുക്കുന്നു. ഇന്നലെ FIR രജിസ്റ്റർ ചെയ്യുന്നു. ഇന്ന് ആ പ്രതിദിനം വയനാട്ടിൽ അയാൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി, അയാൾ നാട് വിടാൻ പോകുന്ന സമയത്ത് അവർ അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിനർത്ഥം അർണേഷ് കുമാർ കേസിൽ സുപ്രീം കോടതി 41 CRPC 41 പ്രകാരം നോട്ടീസ് കൊടുത്തിട്ട് വിളിപ്പിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ 7 വർഷത്തിൽ താഴെ ശിക്ഷിക്കാവുന്ന കുറ്റകൃത്യമായിട്ടും 3 വർഷം മാത്രം ശിക്ഷയുള്ള ഒരു കുറ്റകൃത്യമായിട്ടും നോൺ ബെയിലബിൾ ഒഫൻസ് എന്നതിനപ്പുറത്ത് ഇത് കേരളത്തിലെ സമൂഹത്തിന്, സ്ത്രീകൾക്കും ഒരു ആത്മവിശ്വാസം നൽകേണ്ട നടപടിയാണെന്നുള്ള ഉജ്ജ്വലമായ തീരുമാനത്തിന്റെ പുറത്താണ് ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്. ഇത് തീർച്ചയായും ഒരു പാഠമാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ കാര്യത്തിൽ കൃത്യമായ ഒരു പാഠം നൽകുന്നുണ്ട്. ഈ കാര്യത്തിൽ ഇടപെടുന്നവരാരും
അതായത് സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയോട് സംസാരിക്കുകയോ അവരുടെ പെരുമാറുകയോ ചെയ്യുന്നവർക്ക് കർശനമായ നടപടി നേരിടേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾക്കും പോസ്റ്റുകൾക്കും വളരെ പരിമിതമായ സാഹചര്യത്തിലെ പോലീസിന് ഇടപെടാൻ കഴിയൂ. ഇതിന്റെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ആര് കമന്റ് എഴുതാലും ഹണി റോസ് പരാതി കൊടുത്തോളം പരാതി കൊടുക്കുക എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല. രണ്ട് സംഗതിയാണ്. ഹണി റോസിന്റെ നേരിട്ട് അവർ മേൽ തൊടുകയും അശ്ലീല ഭാഷയിൽ അവരോട് സംസാരിക്കുകയും സെക്ഷലി കളേർഡ് ആയിട്ടുള്ള അവര് പരാമർശിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് 75(1) പ്രകാരം BNS പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അതുപോലെ 67 IT ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അല്ലാണ്ട് പോലീസ് ആക്ട് പ്രകാരം. ശ്രീ സി ഷുക്കൂർ, ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള പരാതി മാത്രമല്ലല്ലോ, ഇപ്പോൾ ഇന്നലെയും ഹണി റോസിന്റെ ഒരു പരാതിയിൽ മറ്റൊരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപവും അവരുടെ പോസ്റ്റുകൾക്കടിയിലുള്ള കമന്റുമാണ്. അപ്പോൾ ഒരേ സമയം 2 കേസുകളുണ്ട് എന്നുള്ളതാണ്. അതിൽ വ്യത്യാസമുണ്ട്. അത് ഇത്ര ഗൗരവമുള്ള കേസല്ല. അതിൽ എനിക്ക് ആ പ്രതിനെ റിമാൻഡ് ചെയ്തിരിക്കാൻ സാധ്യത കുറവാണ്. 67 ഉണ്ടെങ്കിൽ മാത്രമേ റിമാൻഡ് ചെയ്യൂ. അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പോലീസ് സ്റ്റേഷൻ ജാമ്യം കൊടുത്തിട്ടുണ്ടാവും. മിക്കവാറും അത് പോലീസ് ആക്ട് പ്രകാരമായിരിക്കാണ് സാധ്യത. ഞാനത് ആ FIR കണ്ടിട്ടില്ല, ഇതിന്റെ FIR പരിശോധിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വളരെ കൃത്യമായി പറയേണ്ടത്, നമ്മൾ നിലവിലുള്ള ഈ ശിക്ഷാ നടപടികൾ, സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി കമന്റ് എഴുതുന്നതിനെ കുറിച്ച് കുറച്ചും കൂടി ശക്തമായ നിയമം അനിവാര്യമാണ്. 68A എന്ന് പറയുന്ന ഒരു ഈ IT ആക്ടിലെ പ്രൊവിഷൻ, 66A IT ആക്ടിലെ പ്രൊവിഷൻ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഒരു ഇന്ദിര എന്ന് പറയുന്ന ഒരു ബോംബെ ലോ കോളേജ് സ്റ്റുഡന്റ് കൊടുത്ത ഒരു പരാതി പ്രകാരം. അപ്പൊ അത് റദ്ദാക്കുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ 118A എന്ന് പറയുന്ന KP ആക്ട് പ്രൊവിഷനും റദ്ദായിട്ടുണ്ട്. അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അതിന് പകരം കൃത്യമായ നിയമ നടപടി വേണമെങ്കിൽ നിയമം ഉണ്ടാവണം. നമ്മുടെ നാട്ടിലെ നിയമം ദുർബലാണ് ആ കാര്യത്തിൽ.